ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 12 ചെമ്പരത്തിയുടെ അല്ലികളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലോട്ടേക്ക് നമ്മൾ മാറ്റുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ കോൺഫ്ലോർ 1/4 കപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് നല്ലപോലെ കട്ടകളും തരികളും ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് നമുക്ക് ലൂസാക്കി ഇളക്കിയെടുക്കാം. അതൊരു ബൗളിലോട്ടേക്ക് നമുക്ക് മാറ്റുന്നുണ്ട്. അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ചെമ്പരത്തി അരിച്ചെടുക്കാണ്ട് തന്നെ അങ്ങനെ തന്നെ നമുക്ക് കോൺഫ്ലോർ മിക്സിലോട്ട് നമുക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം, നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പാൻ ചൂടാക്കിയതിന് ശേഷം 1/2 കപ്പ് പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് തൊട്ട് ഒരു 2-2.5 കപ്പ് വരെ പഞ്ചസാര നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ്. ഷുഗർ എല്ലാവർക്കും ഓരോ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണത്. ഇനി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനകത്തോട്ടേക്ക് ഒരു 2 ഏലക്ക ഞാൻ ചതച്ചത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഈ പഞ്ചസാരയൊക്കെ അലിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ചെമ്പരത്തിയുടെ ആ ഒരു മിശ്രിതം നമ്മൾ ഈ സമയത്ത് പാനിലോട്ടേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കൈവിടാണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും കോൺഫ്ലോർ ചേർത്തുകൊണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് മൈദ ഉപയോഗിച്ചും നമുക്ക് ഈ ഒരു മിശ്രിതം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം മൈദ ഉപയോഗിക്കുമ്പോൾ കുറച്ച് സമയം കൂടി കൂടുതൽ നമുക്ക് വേണ്ടി വരും അതൊന്ന് ഇതുപോലെ ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണുള്ള നാരങ്ങ നീരാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ നാരങ്ങ നീര് ചേർത്തതിന് ശേഷം നമുക്ക് വേറെ ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക, ഫുഡ് കളർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഹൽവയല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മാജിക് പോലെ കളറൊക്കെ അങ്ങ് ഡാർക്കായിട്ട് അങ്ങ് വന്നോളും. നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നെയ്യ് കുറച്ചായിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ഘട്ടമായിട്ട് ആഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അതിനുശേഷം നമ്മൾ ഒരു നുള്ളു ഉപ്പും കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ഈ സമയത്ത് മധുരമൊക്കെ കറക്റ്റ് ആണോ എന്ന് എല്ലാവരും നോക്കേണ്ടതുണ്ട്. ഇനി ഞാനിവിടെ കശുവണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള നട്ട്സ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കശുവണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത്, അതുകൊണ്ട് ഞാൻ കശുവണ്ടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി വീണ്ടും നമ്മൾ കുറച്ചും കൂടി നെയ്യുടെ പോരായ്മ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടൊരു ഹൽവയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ പാത്രത്തിൽ നിന്നും നമുക്ക് ഓരോന്നിങ്ങനെ വിട്ട് വിട്ട് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും ഞാനൊരു ട്രെയിലോട്ടേക്ക് നമ്മുടെ മിശ്രിതം ഒഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിൽ നമ്മൾ സ്പൂണിൽ നെയ്യ് തടവിയിട്ട് വേണം നമ്മൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ലെവലായിട്ട് നമുക്ക് ഹൽവയുടെ രീതിയിൽ കിട്ടും. തണുത്തതിന് ശേഷം നമ്മൾ പാത്രത്തിൽ നിന്ന് തണുത്താറിയതിന് ശേഷം മാത്രമേ വിടിയിക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഒരു 2 മണിക്കൂറാണ് ഞാനത് തണുപ്പിക്കാൻ വെച്ചിരുന്നത്. റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ തന്നെ മതിയാകും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടൊരു ഹൽവയാണ്. നമുക്ക് ഷുഗർ, ബി പി, കൊളസ്ട്രോൾ, വെയിറ്റ് ലോസ് എന്നിവയ്ക്കൊക്കെ ഭയങ്കര ഫലപ്രദമായിട്ടുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബായ്.